ഗുജറാത്തിൽ കോൺഗ്രസ് ഗതികെട്ടത് എന്തുകൊണ്ടെന്നാണ് സൂപ്പർ പ്രൈം അടുത്തായി ചർച്ച ചെയ്യുന്നത്. ശ്രീ MP രാജേഷ്, 2 ദശാബ്ദമായി അവിടെ കോൺഗ്രസ് ഭരണം കണ്ടിട്ട് ഗുജറാത്തിൽ. അപ്പോൾ ഈ പറയുന്ന നിരാശയുടെ പടുകുഴിയിലായിരിക്കും MLA മാർ, പ്രവർത്തകർ ഒക്കെ തന്നെ. ഇതൊരു സ്വാഭാവിക ജനാധിപത്യ വിധിയുടെ ഭാഗമായി ഉണ്ടായതാണോ? അല്ല എന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. അഹമ്മദ് പട്ടേലിനെ ഓരോ ഘട്ടത്തിലും വിജയിപ്പിച്ചുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയായിരുന്നു അത്രേ. ഇരുവരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അഹമ്മദ് പട്ടേലും നരേന്ദ്രമോദിയുമായുള്ള ബന്ധം മോശമായതിന് ശേഷമാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇത്രയും ഈ രൂപത്തിൽ മറ്റൊരു രൂപത്തിലേക്ക് രൂക്ഷമാകുന്നത് എന്ന് നിരീക്ഷണങ്ങളുണ്ട്. അതിന് തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്ന പരമപ്രധാനമായ കാര്യം ഒരൊറ്റ പ്രതിപക്ഷ പ്രതിഷേധം പോലും, സമരം പോലും ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉടനീളം ഉണ്ടായിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഈ 2010 ഈ സോറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് അഹമ്മദ് പട്ടേൽ അമിത്ഷായെ CBI കൊണ്ട് വേട്ടയാടിച്ച് അകത്ത് കിടത്തി എന്നതിൻ്റെ വിരോധം തീർക്കുകയായിരുന്നു ഷാ ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇത്ര രക്തരൂഷിതമായത് ഒരാലങ്കാരികാർത്ഥത്തിൽ എന്ന് പറയുന്നു. അപ്പോൾ കോൺഗ്രസിനെ ഈ രൂപത്തിൽ നിർവീര്യമാക്കിയത്, ഒരു നപുംസക രാഷ്ട്രീയത്തിൻ്റെ മുഖമാക്കി കോൺഗ്രസിനെ മാറ്റിയത് അഹമ്മദ് പട്ടേലല്ലേ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പരാമർശങ്ങളൊക്കെ, വേണു ഇപ്പം നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഡൽഹിയിൽ പുതിയ കാര്യമല്ല, നേരത്തെ തന്നെ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഞങ്ങൾ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യം, അഹമ്മദ് പട്ടേൽ അതിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ കോൺഗ്രസ്സുകാരുൾപ്പെടെ പലരും, പത്രക്കാരും എല്ലാം അടക്കം പറയുന്നത് ഇതാ മോദിയുടെ ആൾ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു തുടക്കത്തിലൊക്കെ. അപ്പോൾ ഈ നിലയിലുള്ള ആരോപണമുണ്ടായിരുന്നു. നരേന്ദ്രമോദിയും അഹമ്മദ് പട്ടേലും വളരെ അടുത്ത ബന്ധമായിരുന്നു എന്നും പരസ്പര ധാരണയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നുമൊക്കെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. ഒരു കാര്യം, നമുക്ക് ആ ആരോപണങ്ങളുടെ വസ്തുത എന്തോ ആവട്ടെ, ഈ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായിട്ട് അവിടെ BJPക്കെതിരായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം എന്ന നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടില്ല. ആ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നതിൽ കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. ഒരുപക്ഷെ ആ പരാജയം കൂടിയാണ് മോഡി ഗവൺമെൻറ്റിനും അതിനുശേഷം വന്ന ആനന്ദീബൻ സർക്കാരിനും എല്ലാം എതിരായിട്ടുണ്ടായിട്ടുള്ള വലിയ ജനരോഷത്തെ അവിടെ ഉപയോഗിക്കാൻ കഴിയാതിരുന്നതും ആ ജനരോഷമുണ്ടായിട്ടും അവർ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ പട്ടേൽ സമുദായത്തിൽ നിന്ന് വലിയ എതിർപ്പ് വന്നു. BJPയുടെ കൂടെ അടിയുറച്ചു നിന്ന പട്ടേൽ സമുദായം ഒന്നടങ്കം ഗുജറാത്തിൽ അവർക്കെതിരായിട്ട് മാറി. ലക്ഷക്കണക്കിന് പട്ടേൽമാർ, ഹാർദിക് പട്ടേൽ എന്നൊരു 21 വയസ്സുകാരൻ്റെ ആഹ്വാനത്തിൽ തെരുവിലിറങ്ങിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഉനായിൽ ദളിതരുടെ പ്രശ്നം ഉയർന്നു വന്നു. ദളിത് സമൂഹമാകെ സംഘപരിവാറിനും BJPക്ക് എതിരായിട്ട് രംഗത്ത് വന്നു. ന്യൂനപക്ഷങ്ങൾ എതിരാണ്. ഇത്രയും സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉപയോഗപ്പെടുത്താതിരിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പരസ്പര ധാരണയുടെ ഫലമായിട്ട് അങ്ങനെ നിലനിന്ന് പോന്നു. പിന്നീട് ഇപ്പോഴൊരു ഘട്ടം വന്നപ്പോൾ ഇനി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും കഴിയാത്ത നിലയിലുള്ള സംഘടനാപരമായിട്ടുള്ള പതനത്തെയും അപജയത്തെയും കോൺഗ്രസ് ഇതിന് നിരന്തരമായിട്ട് ബന്ധീകരിച്ചതുകൊണ്ട് അത്തരമൊരവസ്ഥയിലേക്ക് ഗുജറാത്തിലെ കോൺഗ്രസ്, ഗുജറാത്തിലെ മാത്രമല്ല പലയിടത്തെ കോൺഗ്രസ്, ഇപ്പം നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഉപ നേതാവാണ്, പാർലമെൻറ്റിൽ ഉപനേതാവ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് നേരെ വലിയ കിരാതമായിട്ടുള്ള ആക്രമണമല്ലേ നടന്നിട്ടുള്ളത്? വലിയ ആക്രമണമാണ് നടന്നിട്ടുള്ളത്. SPG പ്രൊട്ടക്ഷനുള്ള ഒരാളെ ആക്രമിക്കുകയുണ്ടായി. എന്താണ് കോൺഗ്രസ്സിന് ഇന്ത്യയിൽ ചെയ്യാൻ കഴിഞ്ഞത്? ഗുജറാത്തിൽ എന്ത് പ്രതിഷേധമാണ് അതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്? അപ്പോൾ ആ നിലയിൽ കോൺഗ്രസ് ഒരു ഡീഫങ്ക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അത് അഹമ്മദ് പട്ടേൽ ഗുജറാത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലുമൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് പയറ്റിക്കൊണ്ടിരുന്ന ഈ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള ഈ പാപ്പരത്വമുണ്ടല്ലോ, അതിന്റെ വിലയാണ് ഇപ്പോൾ കൊടുക്കേണ്ടി വരും. രണ്ട് കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ കോൺഗ്രസിന് വേണു, കോൺഗ്രസിന് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും. കോൺഗ്രസും ഇപ്പോൾ നടക്കുന്ന തർക്കം, നിങ്ങൾ അങ്ങനെ പണ്ട് ചെയ്തില്ലേ, ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നതിനെ നിങ്ങൾ എങ്ങനെ വിമർശിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഈ സെൽവരാജിൻ്റേത് മുതൽ ഒന്നാം UPA സർക്കാരിനെ നിലനിർത്തിയത് വരെ എങ്ങനെയാണ് എന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസിന് മറുപടി ഉണ്ടോ?
ഒറ്റ രാത്രിയാണല്ലോ സമാജ്വാദി പാർട്ടി ഇടതുപക്ഷം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന സമാജ്വാദി പാർട്ടിയെ ഒരൊറ്റ രാത്രി കൊണ്ട് മറുകണ്ഠത്ത് ചാടിച്ച് മൻമോഹൻ സിംഗ് സർക്കാരിനെ പിന്തുണ ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ അഹമ്മദ് പട്ടേലായിരുന്നില്ലേ? അഹമ്മദ് പട്ടേലായിരുന്നല്ലോ. BJP MPമാർക്ക് നോട്ടുകെട്ടുകൾ കൊടുത്തത്, പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചത് ആ സർക്കാരിന്റെ കാലത്തായിരുന്നില്ലേ? UPA സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്ത സന്ദർഭത്തിലായിരുന്നില്ലേ? ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പാതകങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഭാണ്ഡം ചുമക്കുന്നവരാണ് കോൺഗ്രസ്. ആ ഭാണ്ഡം ഇപ്പോൾ തന്നെ തത്തുല്യമായ ഭാണ്ഡം ചുമന്നു കഴിഞ്ഞിരിക്കുന്നു. BJP രണ്ടിൻ്റെയും പാപ്പരത്വമാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ റിസോർട്ടുകളിൽ ഒളിച്ചു പാർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്, അത്രമാത്രം അധപ്പതിപ്പിച്ചതിൽ ഈ രണ്ട് കൂട്ടർക്കും ഉത്തരവാദിത്വമുണ്ട്. ശരി, ശ്രീ M. ലിജു, ഈ അഹമ്മദ് പട്ടേൽ ഒരു ഘട്ടത്തിൽ പറയുണ്ടായി, ഞാനും അമിത്ഷായും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇത് മാറിയിരിക്കുന്നു എന്ന്. അങ്ങനെ വ്യക്തിതലത്തിലുള്ള വിരോധം തീർക്കുന്ന ഒന്നായി സ്വയം നിർവചിക്കുകയാണ് അഹമ്മദ് പട്ടേൽ ഈ രാജ്യസഭാ സ്ഥാനത്തേക്കുള്ള മത്സരത്തെ. ഇനി അത് മാനേജ് ചെയ്തത് എങ്ങനെയാണ്? ജനാധിപത്യപരമായിട്ടാണോ? അല്ല. ഈ 44 പേരെ ഉറപ്പിച്ച് നിർത്താൻ അദ്ദേഹം സിദ്ധരാമയ്യയെ വിളിക്കുന്നു. സിദ്ധരാമയ്യ എന്ന് പറയുന്നത് അഹമ്മദ് പട്ടേലിനെ സംബന്ധിച്ച് ഏറ്റവും വിശ്വസ്തനായ ആളാണ്. സിദ്ധരാമയ്യ പറഞ്ഞിട്ടുണ്ട്, അഹമ്മദ് പട്ടേൽ കാരണമാണ് ഞാൻ കോൺഗ്രസിലേക്ക് എത്തിയത് എന്ന്. ഇപ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല, ഒന്നുകിൽ വ്യക്തിബന്ധം അല്ലെങ്കിൽ വ്യക്തിവിരോധം. വ്യക്തിവിരോധം വരുമ്പോൾ ചില വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ചേരിമാറ്റങ്ങൾ മാത്രമാണ് അഹമ്മദ് പട്ടേലിൻ്റെ രാഷ്ട്രീയം. അദ്ദേഹം പിന്നണിയിൽ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നിങ്ങളുടെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വരാതിരിക്കുന്നത് ഈ പിന്നണി രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ സിദ്ധരാമയ്യയെ വിളിക്കുന്നു. സിദ്ധരാമയ്യ നിങ്ങളുടെ ATM-നെ വെച്ചുകൊണ്ട് അത് പരിരക്ഷിക്കുന്നു. ഒരു ഘട്ടത്തിൽ മമതാ ബാനർജി പറയുകയാണ്, എന്നാൽ ഗുജറാത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പോകേണ്ട, ഞങ്ങളൊരു സീറ്റ് റിസർവ് ചെയ്ത് നിങ്ങളെ ഇവിടെ നിന്ന് വിജയിപ്പിക്കാം, വേണ്ട, മറ്റു രൂപത്തിൽ ആസൂത്രണം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് അഹമ്മദ് പട്ടേൽ അവിടുത്തെ പ്രതിപക്ഷ ജനാധിപത്യത്തെ രൂപപ്പെടുത്തിയെടുത്തിയിരിക്കുന്നത് എങ്കിൽ രണ്ട് കൈകൊണ്ട് കൊട്ടിയിട്ട് തന്നെയാണ് ലിജു ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വൈകൃതത്തിൻ്റെ ശബ്ദം രാജ്യം കേട്ടത്. ഒന്ന് വേണു, എനിക്ക് കുറച്ച് സമയം തരണം. അതായത് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തിയത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ ഇവിടെ ഉയർന്നു വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ അഹമ്മദ് പട്ടേൽ മത്സരമില്ലാതെ അങ്ങ് വരുന്നതിൻ്റെ കാരണം നരേന്ദ്രമോദിയുടെ പിന്തുണ കൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അഹമ്മദ് പട്ടേൽ പരാജയപ്പെടുമായിരുന്നു. യഥാർത്ഥത്തിൽ എന്ത് വിഡിതമാണിത്? 1995 BJP 121 സീറ്റുമായി അധികാരത്തിൽ വന്ന സമയത്ത് കോൺഗ്രസിന് 45 സീറ്റുണ്ട്. 98 കോൺഗ്രസിന് 53 സീറ്റുണ്ട്. പിന്നെ 2002 കോൺഗ്രസിന് 53 ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 61 സീറ്റുണ്ട്. അതിന് മുമ്പ് 2007 കോൺഗ്രസിന് 59 സീറ്റുണ്ട്. എന്തിനാണ് നരേന്ദ്രമോദിയുടെ പിന്തുണ അഹമ്മദ് പട്ടേലിന് രാജ്യസഭയിലെത്താൻ? ഇതൊരുമാതിരി നാട്ടിൽ ഈ ചില നുണ പറഞ്ഞ് നടക്കുന്ന നാരദന്മാരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ പട്ടേൽ വരില്ലായിരുന്നു. നരേന്ദ്രമോദിയുടെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നില്ല. അഹമ്മദ് പട്ടേൽ രാജ്യസഭാംഗമായിരുന്നു. അപ്പോൾ രാജ്യസഭാംഗമായിരിക്കുന്ന അഹമ്മദ് പട്ടേലിനെ ജയിപ്പിച്ച് രാജ്യസഭയിൽ കൊണ്ടുവരാനുള്ള അംഗസംഖ്യ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിനുണ്ടായിരുന്നു. ഇത്തവണയും ഉണ്ടായിരുന്നു. ഇത്തവണ അതിൽ കൂടുതൽ ശ്രമം നടത്തിയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് അഹമ്മദ് പട്ടേൽ ഇതുവരെ വന്നിരുന്നത് എന്നുള്ള വാദഗതിക്ക് യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഞാൻ ശ്രീ MP രാജേഷ് പറഞ്ഞു കേട്ട് ചിരിക്കുകയായിരുന്നു. ഞാനും അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, ഇടതുപക്ഷത്തിന് CPM-നൊപ്പം നിന്ന സമാജ്വാദി പാർട്ടി. രാജേഷ്, എവിടെ ഈ ഉത്തർപ്രദേശ് നിങ്ങളുടെ ഈ CPM? സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ സ്വന്തമായ അസ്തിത്വമുണ്ട്. നിങ്ങൾ ഈ ഗവൺമെന്റിനെ പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചു, അവരതിനൊപ്പം നിന്നില്ല, അവർ കോൺഗ്രസിനൊപ്പം വന്നു. അത് മുലായം സിംഗ് യാദവ്, ഞാൻ താങ്കൾ സംസാരിച്ചില്ല. മുലായം സിംഗ് യാദവിന്റെ ഒരു MBA ഞാൻ ചരിത്രത്തിന്റെ ധാരണയെക്കുറിച്ചാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. മുലായം സിംഗ് യാദവിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കത്തക്ക തരത്തിൽ വോട്ട് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എവിടെയാണ് CPM-ന് ശക്തി? അവരൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരവരുടെ നിലപാടുകൾ ചിലപ്പോൾ വേറൊരു മുന്നണിയിൽ നിന്നായിരിക്കും അവർ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ കോൺഗ്രസിന് ഒപ്പം നിന്നാണോ CPM മത്സരിച്ചത്? അല്ല, ഞാൻ പറഞ്ഞത് ആ CPM-നൊപ്പം CPM-ഉം കോൺഗ്രസും രണ്ടായി. ശരി, ലിജു, എന്നോട് നീരസം തോന്നരുത്. എനിക്കിനി കഷ്ടി ഒരു 3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ 2 അതിഥികളിലേക്ക് പോകണം എന്നതുകൊണ്ട് എനിക്ക് രമേശിലേക്കും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടി.
ഈ പ്രതിപക്ഷ പ്രക്ഷോഭമൊന്നും ഇല്ലായിരുന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണു? പലപ്പോഴും നമുക്കറിയാം ഇവിടെ രാഹുൽ ഗാന്ധി ആക്രമിക്കപ്പെടുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രകടനം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഒരു 10 പേര് ചേർന്ന് CPM ഉം BJP യും സംഘർഷം ഉണ്ടാകുമ്പോൾ BJP-ക്കാരൻ്റെ വീട് ആക്രമിച്ചാലോ അല്ലെങ്കിൽ ഒരുത്തൻ്റെ 8 കൈവെട്ടിക്കളഞ്ഞാലോ അല്ലെ പാർട്ടി ഓഫീസിലാക്കി നിങ്ങൾക്ക് വലിയ വാർത്തയാണ്. ഇതാണ് ഇവിടുത്തെ കാര്യം. കോൺഗ്രസ് പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകാതിരുന്നാൽ, അക്രമാസക്തമായാൽ നിങ്ങൾ വലിയ പ്രക്ഷോഭം എന്ന് പറയും, അക്രമാസക്തമല്ലേ നിങ്ങൾ പറയും തണുത്തുപോയി. ഇവിടെയാണ് പ്രശ്നം, മാധ്യമ സംസ്കാരത്തിന്റെ പ്രശ്നമുണ്ട്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ MT രമേശ്, ഇവിടെ അഹമ്മദ് പട്ടേൽ ജയിച്ചതോടെ സാഹചര്യം മാറിയെന്നാണ് പറയുന്നത്. അഹമ്മദ് പട്ടേൽ തന്നെ പറയുന്നത് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചവിട്ടുപടിയാണ് ഈ വിജയം എന്നാണ്. പിന്നെ വേറൊരു കാര്യം, ശങ്കർ സിംഗ് വഘേല 8 നിലയിൽ പൊട്ടി. ശങ്കർ സിംഗ് വഘേല വരുന്നതോടുകൂടി കോൺഗ്രസിൽ ഉണ്ടാകാവുന്ന അന്തഛിദ്രങ്ങൾ, കോൺഗ്രസിനെ ദുർബലമാക്കൽ, അതെല്ലാം ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടാണ് ഇരുന്നത്. ഇനി അദ്ദേഹം ഒരു എടുക്കാ നാണയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണോ വരുന്നത്? കോൺഗ്രസ് ഏറ്റെടുത്താലും ഇല്ലെങ്കിലും 2015 നടന്ന പട്ടേൽ പ്രക്ഷോഭം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കൊണ്ടല്ല കേട്ടോ, പക്ഷെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. 2016 ഈ സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ സമരവും അംഗൻവാടി സമരവും ശക്തമായിരുന്നു. പല കേന്ദ്രങ്ങൾ നിങ്ങൾക്കെതിരാണ്. രമേശ്, അല്ല, നമുക്കത് കാത്തിരുന്ന് കാണാം. ഒന്ന്, ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പോടുകൂടി സാങ്കേതികമായി 2 MLA-മാരുടെ വോട്ട് അസ്വസ്ഥമാക്കി അഹമ്മദ് പട്ടേൽ ജയിച്ചു. അത് സാങ്കേതികമാണ്. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് രക്ഷപ്പെട്ടു എന്നല്ല. കോൺഗ്രസ് 44 MLA-മാരെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടും ആ കോൺഗ്രസിനകത്തെ ഉൾപ്പെടലുകൾ അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കാത്തിരുന്ന് കാണണം. രണ്ടാമത്, ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ടാർഗറ്റ് ഗുജറാത്തിൽ 150-ലേറെ സീറ്റുകൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കിയത് ഞങ്ങളല്ല, കോൺഗ്രസ് ആണ്. മാധവ് സിംഗ് സോളങ്കി മുഖ്യമന്ത്രിയായ സമയത്താണ് 150-ലേറെ സീറ്റുകൾ കരസ്ഥമാക്കിയ രാഷ്ട്രീയം ഗുജറാത്തിലുണ്ടായത്. ആ ചരിത്രത്തിലെ ആ റിക്കാർഡ് മറികടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കേവലം അധികാരത്തിലേക്ക് എത്തുക എന്നല്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് BJP നടക്കുന്നത്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ നീലകണ്ഠൻ, ഇവിടെ ഒരു പുതിയ അഹമ്മദ് പട്ടേൽ വരികയാണെങ്കിൽ ഒരു പുതിയ കോൺഗ്രസ് ഉദയം ചെയ്യുമോ? അതോ ഇപ്പോഴും എതിർ ക്യാമ്പുകൾ പറയുന്നത് പോലെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിശ്ചയിക്കണമെങ്കിലും ഒരു കോർപ്പറേറ്റ് കക്ഷിയെ നിശ്ചയിക്കണമെങ്കിലും അതെല്ലാം അഹമ്മദ് പട്ടേൽ നിശ്ചയിക്കും. ഇനിയിപ്പോൾ അഹമ്മദ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ മകനെയും രംഗത്തിറക്കാൻ പോവുകയാണ്. അഹമ്മദാബാദിലെ ജമൽപൂർ സേഫ് സീറ്റാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇതേ നാടകം തന്നെ അഹമ്മദ് പട്ടേൽ തുടരുമോ? അതോ അദ്ദേഹം ഈ അതിജീവിച്ചല്ലോ, ഇപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും എന്തായാലും അദ്ദേഹത്തിൻ്റെ തല കൊയ്യാൻ നിൽക്കുകയാണല്ലോ, അവിടെ നിന്ന് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യായം പട്ടേൽ തുറക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അഹമ്മദ് പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു ജനകീയമായ രാഷ്ട്രീയം കൊണ്ടുവന്നൊരു ചരിത്രമില്ല. മാത്രമല്ല, ഇപ്പോൾ രാജേഷും നേരത്തെ പറഞ്ഞ അതിനേക്കാൾ കൂടുതൽ വേണു പറഞ്ഞതിനപ്പുറത്ത് ഗുജറാത്തിലെ വംശഹത്യ ഉണ്ടായപ്പോൾ അഹമ്മദ് പട്ടേൽ എവിടെയായിരുന്നു എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ്. ഇനി രമേശ് പറഞ്ഞു അടുത്തോണ്ട് 150 സീറ്റ്. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെ നമ്മുടെ മുമ്പിലുണ്ട്. 10 സീറ്റ് കോൺഗ്രസ് പിടിച്ച തല അത്. അവിടെ കോൺഗ്രസ് നല്ല വിജയം കിട്ടി. അതിന് മുമ്പില്ലാതിരുന്നതിനേക്കാൾ കോൺഗ്രസ് മെച്ചപ്പെട്ടു ഗുജറാത്തിൽ. ഈ മോഡി ഇപ്പോൾ ജയിച്ച, ഞാൻ പറഞ്ഞു വന്നത്, BJP വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ GST-ക്കെതിരായി ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധം വന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ BJP വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കോൺഗ്രസ്സിന് ഒരു ഏകമുഖമായ ഒരു നേതൃത്വം, ഈ ബാക്ക്ഗ്രൗണ്ട് കളിയല്ല, ഇയാളുടെ മകനെ നിർത്തി പിന്നിൽ നിർത്തുന്ന കളിയൊന്നുമല്ല, ഒരു ജനകീയമായ നേതൃത്വം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ BJP ഗുജറാത്തിൽ തോൽക്കുമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കാരണം മോഡിയുടെ ആ പ്രഭാവം കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തിൽ. ഇനിയുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാളെ കയറ്റാൻ ശ്രമിച്ചത്. അതുകൊണ്ട് പക്ഷേ കോൺഗ്രസ്സിന് അത് കഴിയുമോ എന്നുള്ളത്, BJP-ക്കെതിരായ രാഷ്ട്രീയമായ പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറായാൽ ഗുജറാത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു ചരിത്രം സൃഷ്ടിക്കും. ശരി, വംശഹത്യയുടെ പരീക്ഷണശാലയായിട്ടാണ് BJP ഗുജറാത്തിനെ മാറ്റിയതെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പരീക്ഷണശാലയായി കോൺഗ്രസിനത് പുനർനിർവചിക്കാനുള്ള അവസരമായി 2017 ഡിസംബർ മാറും എന്ന് കരുതാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.